നല്ലതുപോലെ വിളഞ്ഞ പിന്നെ പഴുക്ക വിളയണ്ട, പിന്നെ എന്നാലും നന്നായിട്ട് വിളഞ്ഞ നേന്ത്രക്കായ ആയിരിക്കണം. പിന്നെ അതുപോലെ ഒരേ സൈസിൽ ഇത് അരിഞ്ഞെടുക്കണം. അപ്പോൾ എന്നാലേ ഒരുപോലെ മൂപ്പിച്ച് നമുക്ക് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ വെള്ളുപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ്. അരിഞ്ഞ് വെച്ച കായ വറക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് പാത്രം വെച്ചു, സ്റ്റൗ ഓൺ ചെയ്തു, പാത്രം ചൂടായി. അപ്പോൾ ഇനിയും വെളിച്ചെണ്ണയിലാണ് ഇത് വറക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് സൺഫ്ലവർ ഓയിലോ മറ്റു ഓയിലുകളോ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇനി ഈ എണ്ണ ചൂടായി വരുന്ന ഉടനെയാണ് നമ്മൾ ഈ അരിഞ്ഞ കായ ഇതിനകത്തിടുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ അരിഞ്ഞ കായ ഇതിനകത്തോട്ട് ഇടുകയാണ്. വളരെ സൂക്ഷിച്ചിടണം, അല്ലേ എണ്ണ കയ്യിൽ വീണമെന്നിരിക്കും. ഈ കായിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. അതായത് ഇത് ഇനിയൊരു അതിൻ്റെ പിന്നെ ഓരോ ഘട്ടം, അതായത് ഒരു കാൽഭാഗം മൂപ്പാകും എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കണം, പിന്നെയും ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ മൂത്ത് വരുന്ന പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല അടിക്ക് പിടിക്കത്തൊന്നുമില്ല. ഇത് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉപ്പ് കലക്കിയത് ഒഴിക്കുകയാണ്. ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പീസിലും ഒരുപോലെ ഉപ്പ് കിട്ടും. അതുപോലെ തന്നെ ഇത് പിന്നെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് ഇത് അരിയെന്ന് പറഞ്ഞാൽ ഒരേ ഘനത്തിൽ അരിഞ്ഞ് കിട്ടിയാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് ഉപ്പേ ഒഴിച്ചിട്ടുള്ളൂ. വേണ്ടി വന്നാൽ പിന്നീട് നമുക്ക് ഉപ്പ് പിന്നെ നോക്കിയിട്ട് പിന്നീട് ഒഴിക്കാം. ഇതിങ്ങനെ നമ്മൾ ഇളക്കുന്ന അവസരത്തിൽ കണ്ടില്ലേ ഒരു 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 സൗണ്ട്, ഈ സൗണ്ട് അത് മൂപ്പ് ആകുന്നതാണ് ഇങ്ങനെ ഈ സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി ഇതിപ്പോൾ നമ്മളിങ്ങനെ കോരാൻ പോവുകയാണ്. മൂത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഈ പാത്രത്തിനകത്തോട്ട് നമ്മൾ, ഇത് കിഴുത്തയുള്ള പാത്രമാണ്. അപ്പോൾ എണ്ണയുണ്ടെന്നുണ്ടെങ്കിൽ ഊറി അങ്ങ് പൊയ്ക്കോളും. അതിന് വേണ്ടിയാണ്. ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ആറിയതിന് ശേഷം ഇത് നല്ല പാത്രത്തിനകത്ത്, ഈർപ്പമൊന്നും ഇല്ലാത്ത നല്ല പാത്രത്തിനകത്തിട്ട് വെച്ചിരുന്ന് നമുക്ക് ഉപയോഗിക്കാം.